നമസ്കാരം. UDF സർക്കാർ ഭരണം തുടങ്ങിയെങ്കിലും അത് ട്രാക്കിലേക്കായിട്ടില്ല. ഭരണത്തിൽ മെല്ലെപ്പോക്ക് പ്രകടവുമാണ്. LDF സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ കൂടി ഒരു രൂപവുമായിട്ടില്ല. സതീശനാണെങ്കിൽ മന്ത്രിസ്ഥാനത്ത് പോലും എത്താതെ നേരിട്ട് മുഖ്യമന്ത്രിയായ ആളുമാണ്. ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയ ആൾ ഗവർണറാണ്. അന്താരാഷ്ട്ര യോഗ ദിനം എത്തുകയാണ്. ഇതിന്റെ ഒരുക്കങ്ങൾ പാളിപ്പോകുമോ എന്ന സംശയം ഗവർണർക്കുമുണ്ട്. അതിനാൽ ഗവർണർ സർക്കാർ തീരുമാനത്തിനൊന്നും കാത്തു നിന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം ഗവർണർ തന്നെ വിളിച്ചു. മുഖ്യമന്ത്രി വിളിക്കേണ്ട യോഗമാണ് ഗവർണർ വിളിച്ചുകൂട്ടിയത്. ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സെക്രട്ടറിമാരും VC-മാരും യോഗത്തിനെത്തി. ഇതും കൂടാതെ സർവകലാശാലകളിലും കോളേജുകളിലും യോഗ ദിനാചരണത്തിനുള്ള സർക്കുലർ നൽകാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി P. അശോകിനോട് ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യോഗ ദിനം സർക്കാർ നേരിട്ട് നടത്തേണ്ട പരിപാടിയാണ്. ഗവർണർ കീഴ്വഴക്കം തെറ്റിക്കുകയാണ് ചെയ്തത്. എന്നാൽ സർക്കാർ മിണ്ടാതെ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷവുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണ് നിലവിൽ സർക്കാർ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവും അന്വേഷിക്കാനൊക്കെ പ്രത്യേക പോലീസ് സംഘത്തെയാണ് UDF സർക്കാർ ഏർപ്പെടുത്തിയത്. സ്ക്രീൻഷോട്ട്സ് വിവാദത്തിൽ വടകരയിൽ ഒരു DYFI പ്രവർത്തകൻ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം LDF-നെയും CPM-നെയും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിന് സതീശൻ സർക്കാർ ഒരുക്കവുമല്ല. സത്യപ്രതിജ്ഞ ചടങ്ങിലെ വന്ദേമാതര വിവാദത്തിൽ പ്രശ്നം ലോക് ഭവന്റെ തലയിലിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊഴുകിയായിരുന്നു. വിവാദം വന്നപ്പോഴും ഗവർണർ മൗനം പാലിച്ചു. RSS തലവൻ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ 3 VC-മാർ പങ്കെടുത്തപ്പോൾ VC-മാർ മാപ്പ് പറയണമെന്ന പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രി തലയൊരുകയായിരുന്നു. എന്നാൽ ലോക് ഭവനും ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് മുതിർന്നില്ല. നിലവിൽ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലില്ല. ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്നാണ് തൽക്കാലം UDF നിലപാട്. ഗവർണർ RSSകാരനാണ്. കേന്ദ്രത്തിലും BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വിളിക്കേണ്ട യോഗം ഗവർണർ വിളിച്ചതിനാൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് കാത്തിരുന്നറിയേണ്ട കാര്യവുമാണ്.